വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. രാവിലെ നാട്ടിലെത്തിച്ച മരണപ്പെട്ട 9 പേരുടെയും മൃതദേഹങ്ങൾ പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷമാണ് വിവിധ ഇടങ്ങളിൽ സംസ്കരിച്ചത്. ആയിരങ്ങൾ പൊതുദർശനത്തിൽ പങ്കെടുത്തു. അധ്യാപകരടക്കമുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത്രമേൽ വൈകാരികമായ യാത്രയയപ്പാണ് ഒരു നാട് നൽകിയത്. വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ട 9 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പ്രധാന അധ്യാപിക അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്തും ആശയുടെ മൃതദേഹം കൊളത്തൂരിലെ തറവാട്ട് വളപ്പിലുമാണ് സംസ്കരിച്ചത്. അധ്യാപകനായ മജീദ്, ഭാര്യ റുക്കിയ എന്നിവരുടെ മൃതദേഹങ്ങൾ പാങ്ങ് മാട്ടത്ത് ജുമാ മസ്ജിദിലും, അധ്യാപികമാരായ റംല, ഷക്കീല, പാചക തൊഴിലാളി സാജിദ എന്നിവരുടെ മൃതദേഹങ്ങൾ പാങ്ങ് വലിയ ജുമാ മസ്ജിദിലും, അധ്യാപിക സുഹറയുടെയും മകൻ ഖാഷിമിന്റെയും മൃതദേഹം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലുമാണ് സംസ്കരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കി പുലർച്ചെ 9 മണിയോടെ മൃതദേഹങ്ങൾ പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. പ്രിയപ്പെട്ടവരെ ഒരു നോക്കു കാണാനായി വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. മരണപ്പെട്ട അധ്യാപകൻ പഠിപ്പിച്ചിരുന്ന GLP സ്കൂളിലെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ആദ്യം അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വരെ ഒരുമിച്ചുണ്ടായിരുന്നവർ ഇന്ന് കൂടെയില്ല എന്നത് വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും. ഒരു വീട്ടിൽ എങ്ങനെ കഴിയുന്നു അതുപോലെ നല്ല ബന്ധത്തിലാണ് ഞങ്ങളുടെ സ്കൂളിൽ. അല്ല മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ചിന്തിക്കേ വേണ്ട. ഞങ്ങൾ നല്ല കുടുംബം. ഇതിന് മുൻ HM-മാരുള്ളതും ടീച്ചർമാരുള്ളതും ഒക്കെ ഒരേ മാതിരി തന്നെയാണ്. തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടലുകൾ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ സാധിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് തമിഴ്നാട് ഗവൺമെന്റിനോടാണ്. നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ടാൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനും അതിൻ്റെയൊക്കെ ഒരുപാട് 4 മണി 5 മണി വരെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്രയും മൃതദേഹങ്ങൾ രാത്രി മരണപ്പെട്ടിട്ട് നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ എത്തുകയും ഇവിടെ സമാധാനപരമായി ഇത്രത്തോളം ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുകയും ചെയ്തു എന്നുള്ളത് ഈ വിഷമഘട്ടത്തിലും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒഴുകിയെത്തിയത്. ഇവർക്ക് സൗകര്യമൊരുക്കാൻ നാട്ടുകാർ ഏറെ പണിപ്പെടേണ്ടി വന്നു. നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ഇവിടെ നിന്ന് ഈ യാത്ര തിരിക്കുന്നവർ. റിപ്പോർട്ടർ MM രാകേഷിനോടൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്.